ജയിലിൻ്റെ ഭരണം അത് ജയിൽ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ ജയിൽ ജീവനക്കാർക്കോ അല്ല. അത് വേറെ ചില ആൾക്കാർ തീരുമാനിക്കുന്നതാണ് അവിടെ നടക്കുന്നത്. രാഷ്ട്രീയക്കാരെ ആരെയും ആ ജയിലിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കാനും പിടിക്കാനും ഉപയോഗിക്കരുത്. 1.5 കൈയോ ഉള്ളെങ്കിലും ആ അരക്കൈയോ അയാൾക്ക് മറ്റേ കൈയേക്കാളും പവർഫുള്ളാണ്. ശ്രീ ജോർജ് ജോസഫ് അതിക്രൂരമായ ഒരു കൊലയാളിയാണ്, അതിക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന നരാധമനാണ് ഗോവിന്ദച്ചാമി എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിവുള്ളതാണ്, അത് ജയിൽ ഉദ്യോഗസ്ഥർക്കും അറിവുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത്ര നീളത്തിലുള്ള ഇത്ര ദിവസങ്ങളെടുത്തുള്ള ആസൂത്രണത്തിന് ഒടുവിൽ ഇയാൾ ജയിൽ ചാടുകയാണ്, ഇത്ര മണിക്കൂർ ജയിലിനുള്ളിൽ തങ്ങി എന്നത് വ്യക്തമാണ്. സാധാരണ നിലയ്ക്ക് പോലും നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല. സാധാരണ മനുഷ്യർക്ക് പോലും എളുപ്പത്തിൽ ഇങ്ങനെ ജയിലഴികൾ അത്രയും കട്ടിയുമുള്ള കാസ്റ്റേൺ കമ്പിയൊക്കെ മുറിച്ച് പുറത്തേക്ക് കടക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. പക്ഷേ ഇതെല്ലാം ഇവിടെ നടന്നു. അതിനെല്ലാം തെളിവായി ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത് എന്താണ്? അതൊരു നെഗ്ലിജൻസ് ആണ്. കാരണം ജയിൽ അധികൃതരുടെ മുമ്പിൽ ഇയാളെ ഒന്നും അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നല്ലേ വരുന്നത്. എത്ര ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് അയാൾ ജയിലിൽ ചാടി പോയത് നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയല്ല, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, അയാൾ ആദ്യത്തെ ആ കോമ്പൗണ്ട് വോള് ചാടിക്കടന്നത് അവരറിഞ്ഞില്ല. രണ്ടാമത് ഈ വീപ്പ വെച്ചതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അതിനകത്ത് ഇനിയും വിശദീകരണം കിട്ടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇയാൾ മുകളിൽ ചെന്ന് ഇയാൾ വെളിയിലിറങ്ങിയ ആ തുണി കണ്ടല്ലോ, ഒരു കൈമുഴം നീളം കഴിഞ്ഞ ഒരു കെട്ടുകട, അങ്ങനെ താഴെ വരെ 8-10 കെട്ടുകളുണ്ട്. അപ്പോൾ ആ കെട്ടിൽ പിടിച്ച് ഇയാൾക്ക് തൂങ്ങി ഇറങ്ങാൻ സൗകര്യമാണ്. അതിനാണ് ആ കെട്ടിന് ഒരു വള്ളി പോലെ ആകുമ്പോൾ ഇയാൾക്ക് സ്ലിപ്പ് ചെയ്ത് പോകാം, പരിക്കേക്കാം, ഇയാൾക്ക് ഗ്രിപ്പ് ഉണ്ടാവില്ല. പക്ഷേ ഓരോ 10-15 കെട്ട് അയാൾ ആ തുണിയിൽ തന്നെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് അയാളുടെ വലത് കൈ അതേ തൂങ്ങി അടുത്ത കെട്ടിലോട്ട് തൂക്കി അവിടെ ഇയാൾക്ക് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് പരിക്കേക്കാതെ ഇയാൾക്ക് പോകാം. അതായിരുന്നു ആ കെട്ടുകൊണ്ടുള്ള ഗുണം. അതേസമയത്ത് ഇനി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം, ആ മുകളിൽ ഇയാൾ പാട്ടയുടെ മുകളിൽ കയറി നിന്നിട്ട് പിടിച്ചിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു കമ്പി വേണം, അതിൽ വേണം കെട്ടാൻ, എന്നിട്ടേ ഇയാൾക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അതെങ്ങനെ സാധിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാൾ എത്തിപ്പിടിച്ച് അവിടെ എത്തിയാലും ശരി, അത് കെട്ടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമേ സംശയം തോന്നുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യം തന്നെ ഇയാൾക്ക് ചെയ്യാം, അത് മാസക്കണക്കിന് എടുക്കാം, അവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇയാളെ നോക്കുന്നവർ 24 മണിക്കൂറും മൊബൈൽ ഫോണിൽ തന്നെ എൻഗേജ്ഡാണ്. അതുകൊണ്ട് ഇപ്പം DGP തന്നെ ഇപ്പം പറയുന്ന കേട്ടല്ലോ, പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സ്ഥലങ്ങളിൽ കഴിവുള്ളിടത്തോളം അവർ മൊബൈൽ ശ്രദ്ധിക്കാതെ ഡ്യൂട്ടി നോക്കണമെന്നൂടെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടു. അപ്പോൾ ഇവിടെ ജയിലിൽ അവർക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല. ഈ ഒരു ക്രൂരനായ ഈ ക്രിമിനലിനെ അവർ വളരെ ലാഘവബുദ്ധിയോടെ കണ്ട് മറ്റു തടവുകാരെ പോലെ അവർ കണ്ടുള്ളൂ എന്നുള്ളതാണ്. ഇയാളെപ്പോലെ ഒരു സൈക്കോപ്പതിനെ സമൂഹത്തിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നുണ്ട്. തൂക്കാൻ വിധിച്ചിട്ടും ലൈഫ് ഇംപ്രസ്മെൻ്റ് ആയിട്ടും നമ്മൾ അയാളെ എന്തുകൊണ്ടാണ് വെളിയിൽ വിടാതെ സൂക്ഷിക്കുന്നത് എന്നുള്ള ഉത്തരവാദിത്വം ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇയാളൊരു സൈക്കിക് കേസ് മാത്രമല്ല, ഇയാൾ ഇനി ജയിലിൽ ചാടിയ ഏതെങ്കിലും സ്ത്രീകളെ കണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ അവരെ അയാൾ വീണ്ടും റേപ്പ് ചെയ്യുകയും ചിലപ്പം കൊല്ലുകയും ചെയ്യും. അതാണ് ഈ സൈക്കോപ്പതി ആയിട്ടുള്ള അയാളുടെ മനോഗതി അത് തന്നെയാണ്. അതുകൊണ്ട് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ സുഭാഷ് ബാബു പറഞ്ഞത്, അവിടുത്തെ പല ഉദ്യോഗസ്ഥരും ഞങ്ങൾക്ക് കാര്യമായി ഒന്നും ഇടപെടാനുള്ള സാഹചര്യമില്ല, പിന്നെ ജോലിയാണ്, ട്രാൻസ്ഫർ ചെയ്ത് കണ്ണൂർ ജയിലിലേക്ക് എത്തപ്പെട്ടാൽ ജോലി ചെയ്യാതിരിക്കാൻ കഴിയുമോ, ഞങ്ങളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ജയിലിൽ ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു റോളും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണല്ലോ ഇയാൾ ഇങ്ങനെ ജയിൽ ചാടുന്നത്. താങ്കൾ സൂചിപ്പിച്ച അതിക്രൂരതയുള്ള ഒരു കുറ്റവാളിയാണ്. നേരത്തെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഉണ്ടായിരുന്നത് താടിയെല്ലുകളാകെ തകർന്നു, 13 പല്ലുകൾ നഷ്ടപ്പെട്ടു, ഒരു പല്ല് വയറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്, തലച്ചോറിൽ രക്തം കട്ട പിടിച്ച് കിടന്നിരുന്നു, അതിസങ്കീർണമായ സർജറിക്ക് ശേഷം ഒന്ന് കണ്ണനക്കി, അത്രമാത്രമാണ് ജീവൻ ആ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നത് എന്നതാണ് ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇയാൾക്കെതിരെ നിരവധി മോഷണ കേസുകൾ ഉൾപ്പെടെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവനാണ് എന്നത് വ്യക്തമാക്കുന്ന നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെന്നൈയിൽ താമ്പരത്ത് ഉൾപ്പെടെ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി കേസുകളിൽപ്പെട്ട ക്രിമിനൽ ചരിത്രം മാത്രമുള്ള ഒരാൾ, അയാൾ ഈ ജയിൽ ചാടുന്നു. അയാൾക്ക് അസാമാന്യമായ ബലമുണ്ട്, ഒരു കൈ മാത്രമാണ് എങ്കിലും അതുകൂടി മനസ്സിലാവുകയില്ല. അത് ജയിൽ ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയി, ഇയാളെ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയാതെ പോയി. അതാ ജയിലിലെ സാഹചര്യം കൊണ്ട് കൂടിയല്ലേ? ജയിലിലെ സാഹചര്യം കാരണം അത് ശരിയാണ്. കാരണം ഞാൻ ആലുവ കൂട്ടക്കൊല കേസിനകത്ത് അതിനകത്ത് സംശയിക്കുന്ന ഒരാൾ അവിടുത്തെ ജയിലിൽ കിടപ്പുണ്ടായിരുന്നു, കണ്ണൂരിലെ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കണ്ണൂരിലെ ഒരു പാർട്ടിയുടെ VIP അവിടെ സത്യാഗ്രഹം കിടക്കുകയാണ് ജയിലിനകത്ത്. അവിടുത്തെ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാർ അയാളുടെ ചുറ്റിലുമാണ്. ഞാൻ 3 ദിവസം അവിടെ കറങ്ങി. ഞാനത് പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്.
ആ ജയിലിൻ്റെ അവിടെ അധികൃതരെ കാണാനും പിടിക്കാനും 3 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമാണ് എനിക്ക് ആ ആളെ ആലുവ കൂട്ടക്കൊല കേസിൽ ഞാൻ സംശയിച്ച ഒരാളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അന്ന് മുതലേ ആ അവസ്ഥ അങ്ങനെയാണ്. ജയിലിൻ്റെ ഭരണം അത് ജയിൽ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ ജയിൽ ജീവനക്കാർക്കോ അല്ല, അത് വേറെ ചില ആൾക്കാർ തീരുമാനിക്കുന്നതാണ് അവിടെ നടക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നുള്ള ഗവൺമെൻറ് ചെയ്യേണ്ടത്. കാരണം അവിടെ രാഷ്ട്രീയക്കാരെ ആരെയും ആ ജയിലിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കാനും പിടിക്കാനും ഉപയോഗിക്കരുത്. അത് ഉദ്യോഗസ്ഥന്മാർ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരുടെ ഭാഗത്ത് സ്ലിപ്പുണ്ടായാൽ നമുക്ക് അവരെയൊക്കെ എതിരായിട്ട് നടപടി എടുക്കാം. ഇവിടെ ഇപ്പോൾ അവർ മറ്റുള്ളവരുടെ പേരിലാണ് ജയിലിലെ അഡ്വൈസറി കമ്മിറ്റി അങ്ങനെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ പറയുന്നത് മാത്രമാണ് ഇവർ കേൾക്കുന്നത്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. ജയിലിലൊരു സൂപ്രണ്ട് ഉണ്ടല്ലോ, അയാളുടെ കീഴിലല്ലേ ജയിലിലെ പ്രിസൺ ഓഫീസറും മറ്റവരും എല്ലാം കിടക്കുന്നത്. അപ്പോൾ അയാളുടെ ഉത്തരവാദിത്വമല്ലേ ഇത്? അപ്പോൾ ഇതുകൊണ്ട് അതിപ്പോൾ അവർ പറഞ്ഞൊഴിയുന്നതായിരിക്കും. നല്ല സൗകര്യമല്ലേ, ഒരു ജോലിയും ചെയ്യേണ്ട, ചുമ്മാ അവിടെ നിന്ന് മൊബൈലിൽ നോക്കി TV നോക്കി കണ്ടു സുഖമായിട്ടിരിക്കാൻ ശമ്പളവും വാങ്ങിക്കാം. അതല്ലല്ലോ, അവരെയൊക്കെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലെയുള്ള ക്രിമിനൽസിനെ വെളിയിൽ പോകാതെ അത് ചാടിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ 24 മണിക്കൂറും ഡ്യൂട്ടിയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞൊഴിയുന്നതിൽ കാര്യമില്ല. കാരണം പണ്ട് മുതലേ അവിടെ അങ്ങനെയാണ്. അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു വോയിസുമില്ല. അത് അവരെ അങ്ങനെ ആക്കിയെടുത്തതല്ലേ. അവരെന്തിനാ മറ്റുള്ള രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ അവിടെ അഡ്വൈസറി ബോർഡുകാരെ അടുത്ത് വഴങ്ങുന്നത് എന്തിനാണ്? അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അവരെന്തെങ്കിലും ഒരു റിട്ടേൺ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്തോളൂ. കാരണം അവർക്ക് പവർ ഉണ്ടെങ്കിൽ. പക്ഷേ ജയിൽ സൂപ്രണ്ടും ജയിലിലെ അവിടുത്തെ അന്തേവാസികളുടെ സംരക്ഷണവും അവരുടെ കാര്യങ്ങൾ നോക്കാനാണ് ഇവരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞൊഴിയുന്നതിൽ അർത്ഥമില്ല. കാരണം അതുകൊണ്ട് എല്ലാ ജയിലിലും നമുക്ക് 3-4 സെൻട്രൽ ജയിലുണ്ട്. അവിടുത്തെ എല്ലായിടത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വിയ്യൂരിലെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ വിയ്യൂരിൽ നിന്നും അയാൾ ചാടും. അവിടെ എത്ര ഗൺ പോയിന്റിലെ പോലീസുകാരെ പോസ്റ്റ് ചെയ്താലും ശരി, അയാളെ CCTV ദൃശ്യം ഉണ്ടെങ്കിലും ശരി, അതൊക്കെ വർക്ക് ചെയ്തെങ്കിലല്ലേ ഇയാൾ ചാടിപ്പോയെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ എല്ലാ സംവിധാനവും ഉണ്ടല്ലോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ, എന്നിട്ടും ചാടിയില്ലേ? എത്ര ദിവസത്തെ പ്രയത്നമാണ്? അയാൾ ഏകദേശം 2, 3, 4, 5 ആഴ്ച എടുത്തിരിക്കുന്നു. അത് ആ 4 ആഴ്ച കൊണ്ട് അയാൾ അവിടുന്ന് ചാടാനുള്ള ശ്രമത്തിനുള്ള പഴുതുകളെല്ലാം അയാൾ അത് മാറ്റി അയാൾക്ക് ചാടാനുള്ള ശ്രമത്തിൻ്റെ എല്ലാ രീതിയിലും അയാൾ തയ്യാറെടുത്തപ്പം അത് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. എത്രയോ ഷീറ്റ് എടുത്തിട്ടാണ് അയാൾ കെട്ടിയിരിക്കുന്നത്. ആ ചാടാനുള്ള ആ വള്ളി പോലെ ആ കെട്ടി ഇട്ടിരിക്കുന്നത്. എത്ര ഷീറ്റ് വേണം? ഇയാളുടെ കയ്യിൽ കുറെ ഇതുവരെ വന്ന വിവരങ്ങളിൽ മറ്റാരുടെയും സഹായം ലഭിച്ചതായി തോന്നുന്നില്ല. പക്ഷേ 7.5 മീറ്റർ ഉയരമുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ചുറ്റുമതിലിന്, വലിയ മതിലിന് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. ഇപ്പോൾ വൈദ്യുതി പ്രവാഹം അതിൽ ഉണ്ടായിരുന്നില്ല, അത് അറ്റകുറ്റപ്പണികൾക്കായി ഇട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ 7.5 മീറ്റർ ഉയരമുള്ള ഒരു മതിൽ, ചുറ്റുമതിൽ, വലിയ മതിൽ, പടുകൂറ്റൻ മതിൽ, അതൊക്കെ ചാടിക്കിടക്കാൻ സാധാരണ നിലയിൽ ഒരു മനുഷ്യന് കഴിയുമോ? അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇയാൾ അസാമാന്യ ശക്തിയുള്ള കായിക ശക്തിയുണ്ട്. 1.5 കൈ ഉള്ളെങ്കിലും ആ അരക്കൈയും അയാൾക്ക് മറ്റേ കൈയേക്കാളും പവർഫുള്ളാണ്. അയാൾ ആ 1.5 കൈയ്യൻ അവിടെ വലിഞ്ഞു കയറി ചാടി ഇറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല. 1.5 മണി മുതൽ ഒരു 5 മണി വരെയാണ് ഇത് ക്രിമിനൽസ് സാധാരണ, അല്ലെങ്കിൽ 1 മണി മുതൽ 4 മണി വരെ ഈ ക്രിമിനൽസ് സാധാരണ എസ്കേപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി എല്ലാം ചെയ്യുന്ന ആ സമയത്താണ്. ആ സമയത്ത് ഇവർ മൊബൈൽ നോക്കുക ഉറങ്ങിപ്പോയെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? നൈറ്റ് ഡ്യൂട്ടിക്കാരന് അത് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുമോ? അതൊന്നും നടക്കത്തില്ല. അതൊക്കെ അവരുടെ ഉത്തരവാദിത്വമായിരുന്നു. അവർ ലാപ്സസ് ഉണ്ടായി, അവരെ സസ്പെൻഡ് ചെയ്ത് 3-4 പേരെ ഇനിയും സസ്പെൻഡ്. കാരണം അവിടുത്തെ സീനിയർ ഓഫീസേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. താഴെക്കടയിലുള്ളവരെ മാത്രമല്ല, പ്രസിഡന്റ് ഹെഡ് ആരാണോ അയാൾക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവിടുത്തെ എത്രയോ പേരെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. ആ അത്രയും ആൾക്കാരെ തീർച്ചയായിട്ടും അവരെ വാച്ച് ചെയ്യാനും അത് പീരിയോഡിക്കലായിട്ട് രാത്രി കാലങ്ങളിൽ 1-നും 4-നും ഇടയ്ക്ക് ചെക്ക് ചെയ്യാനും ഒക്കെ ഉത്തരവാദിത്വമുണ്ട്. മൊബൈലിലായാലും ശരി, ഏത് വിധത്തിലായാലും ചെക്ക് ചെയ്യണം. അതിൽ CCTV ദൃശ്യത്തിൽ ഇത്രയും ഏകദേശം 4-5 മണിക്കൂർ അയാൾ പ്രയത്നിച്ചിട്ടാണ് അയാൾ വെളിയിലോട്ട് പോയിരിക്കുന്നത്. ആ 5 മണിക്കൂർ ഇവർ നല്ല ഉറക്കമല്ലേ, സുഷുപ്തിയിലല്ലേ അവർ, അല്ലെങ്കിൽ പിന്നെ അവർ കാണില്ലായിരുന്നു അത്. അപ്പോൾ അതെവിടെയെല്ലാം ലാപ്സസ് ആണ്. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും അവിടെ നിന്ന് ചാടും, ഇനിയും കണ്ണൂരിൽ നിന്ന് ചാടും, വിയ്യൂർ സെൻട്രലിൽ നിന്ന് ചാടിയതായിട്ട് എനിക്കറിയില്ല, അവിടെയും ചാടും. ഇവനെപ്പോലെയുള്ള തന്ത്രശാലിയായ ആൾക്കാർ അവിടെയും ചാടും. കാരണം അവർക്ക് ആകെ ഒരു എയിമേ ഉള്ളൂ. കാരണം ജീവിതാന്ത്യം വരെ ജയിലിൽ കിടക്കണം. അതിന് വിഘാതമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചാടിപ്പോയാൽ അത്രയും ദിവസം പുറത്തെ വായു ശ്വസിക്കാൻ പറ്റുമല്ലോ. കാരണം നല്ല വായുവൊക്കെ ശ്വസിച്ച് അവിടെ വെളിയിൽ കിടക്കാം. അല്ലെങ്കിൽ ഇയാൾക്ക് സെക്ഷുവലായിട്ടുള്ള ആക്ടിവിറ്റി ഇനിയും കുറച്ച് ദിവസം കൂടെ ചെയ്യാം. ആ ഒരു അംബീഷനാണ് മാത്രമേ ഉള്ളൂ അവർക്ക്. അല്ല ജീവിതത്തിൽ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇയാളെപ്പോലെയുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ ഇവിടെ വിയ്യൂർ ജയിലിൽ ഇടുന്നതും റിസ്ക്കിയാണ് അല്ലേ? അപ്പോൾ അവിടെ ഇപ്പം അയാൾക്ക് 6 തടവുകാർക്ക് ഒരു
ഒരു ജീവനക്കാരൻ വാച്ച് ചെയ്യാനായിട്ടുണ്ട് 24 hours എന്ന് പറയുന്നുണ്ട്. അവിടെ തോക്കുധാരികൾ ആളുണ്ട്. പിന്നെ ഇപ്പോഴേ ഈ ജാമ്യ അവിടെ ഇട്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് അയാൾക്ക് വെളിയിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. അയാൾ അവിടെ ബാത്റൂമൊക്കെ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. രണ്ടാമത് അയാൾക്ക് കോടതി പോകേണ്ട ആവശ്യമില്ല. ഓൺലൈനിൽ കോടതിയിലോട്ട് സംസാരിക്കാനും പിടിക്കാനുള്ള സംവിധാനം അവിടെ. ഇവരെ ആരും വെളിയിൽ വിടത്തില്ല. ഫുഡൊക്കെ അകത്ത് അവർ ഇരിക്കുന്നിടത്ത് കൊടുക്കും. പുറം ലോകം കാണാൻ ഒക്കില്ല, പുറത്തുള്ള മറ്റു തടവുകാരെ ഇയാൾക്ക് കാണാൻ ഒക്കില്ല.